നമസ്കാരം. കേറ്ററ്റ് 3യുടെ 10ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇവിടെ 10 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. റെഗുലർ ഒക്ടഗണിനുള്ളിൽ 8 സൈഡുള്ള ഒരു റെഗുലർ പോളിഗണിനുള്ളിൽ വരച്ചിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, ഏതാണ്ട് ഒരു കൈറ്റിൻ്റെ ഷേപ്പാണത്, ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ റെഗുലർ ഒക്ടഗണിൻ്റെ സൈഡ് ഇറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഇൻ ദ ഫിഗർ. The side of the regular octagon is 4. All these sides are 4. ഇതെല്ലാം 4 ആണ്. അപ്പം നമ്മളിവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ, ഇത് 4 ആണ്, ഇത് 4 ആണ്. അപ്പോൾ ഈ ലെങ്ത് 4√2 എന്നായിരിക്കും കിട്ടുന്നത്. കാരണം അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് മൊത്തത്തിലുള്ള ഈ ആംഗിൾ 135 ആണ്, റെഗുലർ ഒക്ടഗണിൻ്റെ ഒരു ആംഗിൾ. ഇത് റെക്റ്റാങ്കിൾ 90 ഡിഗ്രിയാണ് ഇവിടെ. ദിസ് ഈസ് 45. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണ്. കാരണം ഇത് 135, അപ്പോൾ ദിസ് ഈസ് 45 ആൻഡ് ദിസ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഇത് 45 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ 2 ലെങ്ത്തും 4 വീതമാണ്. ഇത് 4√2 എന്ന് വരും. അങ്ങനെയാണ് ഈ ലെങ്ത്ത് എത്രയായിരിക്കും? ഈ ലെങ്ത്ത് തീർച്ചയായിട്ടും 4 തന്നെയാണ്. ഈ ലെങ്ത്ത് 4 കണ്ടോ, ഇതൊരു പാരലോഗ്രാം ഒക്കെ ആയിട്ട് കാണാം. നമുക്കത് കാഴ്ചയിൽ തന്നെ ഇത് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത്ത് 4 + 4√2 ആണ്. 4 + 4√2, 4 + 4√2 എന്ന് കിട്ടും. ഇനി ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ റെക്റ്റാങ്കിൾ ഈ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ കാണുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വര വരച്ചു. ഈ ഭാഗത്തിൻ്റെ ഈ ട്രയാങ്കിൾ എടുത്ത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് ഈ ഏരിയയെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയി കാണാം, ടോട്ടൽ ഏരിയ. അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 4 + 4√2 ആൻഡ് ദ ബ്രെഡ്ത്ത് ഈസ് 4 itself. The area is 4 + 4√2 × 4, 16 + 16√2 എന്ന ഈ ആൻസറിലേക്ക് എത്തും. രണ്ടാമത്തെ ചോദ്യത്തിലേക്കൊന്ന് നമുക്ക് കിടക്കാം. In a school, 1/5 of the students like football, 1/10 of girls like football, and 1/4 of the boys like football. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ആ കുട്ടികളുടെ എണ്ണം ഒരു പ്രത്യേക രീതിയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. സ്കൂൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 5/1 കുട്ടികൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഗേൾസ് മാത്രം എടുത്താൽ അവരിൽ 10/1 ഭാഗം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു. ബോയ്സ് മാത്രം എടുത്താൽ അവരിൽ 1/4 ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഗേൾസ്? സ്റ്റുഡൻസിൻ്റെ എത്ര ഭാഗമാണ് ഗേൾസ്? ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എത്ര ഭാഗമാണ് ഗേൾസ്? അതൊരു ഓൾജിബ്രിക്കലായിട്ടും അല്ലാതെയും ഒക്കെ നമുക്കതിനെ സമീപിക്കാം. ഗേൾസിൻ്റെ എണ്ണം G ആണ്, ബോയ്സിൻ്റെ എണ്ണം B ആണ്. ടോട്ടൽ X + G + B എന്നൊക്കെ നമുക്ക് എഴുതാം. ഇവിടെ 1/5 of X is equal to 1/10 of G plus 1/4 of B എന്ന് നമുക്ക് വളരെ പ്ലെയിനായിട്ട് എഴുതാവുന്ന കാര്യമാണത്. 1/5 part of X is equal to 1/10 part of G plus 1/4 part of B എന്ന് എഴുതാം.
അങ്ങനെയാണെങ്കിൽ 1/5x is equal to 1/10g പ്ലസ് 1/4 ബി എന്ന് പറയുന്നത് എക്സ് മൈനസ് ജി എന്ന് എഴുതാം. എക്സ് മൈനസ് ബി ഇസ് എക്സ് മൈനസ് ജി, കാരണം ഇതാണല്ലോ റിലേഷൻ. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജി ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. 1/3 എന്നുള്ള ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 3⁸ മൈനസ് 1 ഏറ്റവും വലിയ ലാർജസ്റ്റ് പ്രൈം ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3⁸ മൈനസ് 1 എന്ന് പറയുന്നത് 3⁴ all squared മൈനസ് 1 squared. ഇതാണെങ്കിൽ 3⁴ മൈനസ് 1 ഇൻറ്റു 3⁴ പ്ലസ് 1 എന്ന് എഴുതാം. അടുത്ത സ്റ്റേജിൽ 3² all squared മൈനസ് 1 squared ഇൻറ്റു 3⁴ പ്ലസ് 1, ദാറ്റ് ഈസ് 3² മൈനസ് 1 into 3² plus 1 into 3⁴ plus 1. അടുത്ത സ്റ്റേജിൽ this is 9 minus 1, that is 8, that is 2 cubed. This is 9 plus 1, that is 10, 2 into 5. This is 3⁴, 81 plus 1, 82. 82 നമുക്ക് 41 into 2 എന്ന് എഴുതിയാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ലാർജസ്റ്റ് ആയ പ്രൈം ഫാക്ടർ 41 ആണ്. പ്ലസ് 41 ഈസ് എ പ്രൈം നമ്പർ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ ടു y മൈനസ് 1/y ആൻഡ് എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഈക്വൽ. വാട്ട് ഈസ് എക്സ് ഇൻറ്റു വൈ? ഇവിടെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ആൾജിബ്രിക് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൽ നടത്തേണ്ടത്. എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1/y. ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1/x മൈനസ് 1/y എന്ന് റീറൈറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ബൈ എക്സ് എക്സ് വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഉണ്ടോ, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1/xy. that is minus of x minus y by xy. അതിൻ്റെ അർത്ഥം ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ -1 is equal to 1/xy. that is xy is equal to -1 എന്ന് എഴുതാമല്ലോ. xy is equal to -1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു പോളിഗൺ ഉണ്ട്. ആ പോളിഗൻ്റെ ഒരു പാർട്ട് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് ആ പോളിഗണിനെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. റെഗുലർ പോളിഗൺ ഈസ് പാർഷ്യലി കവേർഡ് വിത്ത് എ ബ്ലാക്ക് ഷീറ്റ്, ബട്ട് എ പാർട്ട് ഓഫ് പോളിഗൺ ക്യാൻ ബി സീൻ ഔട്ട്സൈഡ്. അപ്പം ഇവിടെ റെഗുലർ പോളിഗണിൻ്റെ സൈഡ്സ് ഏതാണ്? പുറത്ത് കാണുന്ന കോർണേഴ്സ് ബി, സി and D. B, C and D are the adjacent corners of the regular polygon. ഈ മുകളിൽ കാണുന്നതല്ല, B, C, D are the adjacent corners of a regular polygon. And sides extend ചെയ്താൽ കിട്ടുന്ന ആംഗിൾ ആണ്, ഈ രണ്ട് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ആംഗിൾ ആണ് P. ഇറ്റ് ഈസ് 140 ഡിഗ്രി. ഈ പോളിഗണ് എത്ര സൈഡ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഈ റെഗുലർ പോളിഗണിൻ്റെ ഒരു സൈഡ് കണ്ടു, ഇത്രയും സൈഡ് അതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എക്സ് ആണ്. ഔട്ടർ ആംഗിൾ ഈസ് എക്സ്. ഈ സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അപ്പോഴും ഒരു ഔട്ടർ ആംഗിൾ എക്സ് ഉണ്ടാവും. ഇപ്പുറത്തെ സൈഡ് അത് ഇങ്ങോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ അപ്പോഴും ഔട്ടർ ആംഗിൾ എക്സ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇത് ഇത്രയുള്ള ഒരു ആംഗിൾ. ആ ആംഗിൾ എത്രയായിരിക്കും? 180 പ്ലസ് എക്സ് ആയിരിക്കും ഈ മൊത്തത്തിലുള്ള ആംഗിൾ. അപ്പോൾ നമുക്ക് നമ്മുടെ മുൻപിലുള്ള ഇതുപോലുള്ളൊരു പോളിഗൺ ഉണ്ട്, കോൺകേവ് ആയിരിക്കും. ഇത് എക്സ് ആണ്,
ഇത് മൊത്തത്തിൽ 180 പ്ലസ് എക്സ്, ഇത് എക്സ്. കാരണം ഇതും കൂടെ നീട്ടിക്കഴിഞ്ഞാൽ സെയിം എക്സ് തന്നെയാണല്ലോ ഇവിടെ വരുന്നത്. ഈ മുകളിലുള്ളത് 140. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാം എക്സ് പ്ലസ് 180 മൈനസ് എക്സ് പ്ലസ് പി ഇസ് ഈക്വൽ ടു 360 എന്ന് എഴുതിയാൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എത്ര? എക്സ് ഇസ് ഈക്വൽ ടു 45 എന്ന് കിട്ടുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 45 എന്ന് കിട്ടുന്നു. എക്സ് 45 ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഔട്ടർ ആംഗിൾ ഈസ് 45 എന്നാണ്. ഔട്ടർ ആംഗിൾ 45 ആണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് 360/45. 360/45 എന്ന് പറയുന്നത് അത് 360 x is equal to outer angle is equal to 40/3. See, ഔട്ടർ ആംഗിൾ ഇങ്ങനെയല്ല വരുന്നത്. ഇവിടെ ഇങ്ങനെ ഈ സ്റ്റെപ്പിൽ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് 3x പ്ലസ് പി ഇസ് ഈക്വൽ ടു 180. 360 മൈനസ് 180 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 180 ആണ്. ഇപ്പൊ 3x ഇസ് ഈക്വൽ ടു 180, പി ഇസ് 140 എന്ന് കൃത്യമായിട്ട് പറയാനുണ്ട്. അപ്പൊ 3x പ്ലസ് 140 ഇസ് ഈക്വൽ ടു 180. ഇപ്പൊ 3x ഇസ് ഈക്വൽ ടു 40, x ഇസ് ഈക്വൽ ടു 40/3. x 40/3 ആണ് ഔട്ടർ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് എത്രയായിരിക്കും? ഒരു ഔട്ടർ ആംഗിൾ 40/3 ആണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് വിൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 40/3. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 27 എന്നായിരിക്കും കിട്ടുന്നത്. 27 സൈഡ്സ് അപ്പോൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 3 squares of side 2 centimeter. 3 സ്ക്വയർ, അതെ ഇവിടെ 3 സ്ക്വയറുകൾ അറേഞ്ച്ഡ് ഇൻ എ റെക്റ്റാങ്കിൾ ആസ് ഇൻ ദ ഫിഗർ. ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈ ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ, വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. ഇതിൻ്റെ ഒരു സൈഡ്, ഈ ഒരു സൈഡ് 2 ആണെങ്കിൽ ഇതും 2 ആണെങ്കിൽ ദിസ് വിൽ ബി 2√2. ഓക്കെ, ഇത് 2√2 ആണ്. ഈ ലെങ്ത് 2√2 ആണ്. അപ്പൊ ഇതോ ഉണ്ടോ, ഇത് ഈ ലെങ്ത് 2√2 ആണ്. രണ്ടാമത്തത് ഇതെത്രയായിരിക്കും? അപ്പൊ ഈ ലെങ്ത് 2√2 ആണെങ്കിൽ ഇവിടെ സൈഡ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, റെക്റ്റാങ്കിളിന്റെ ഈ സൈഡ് 2 ആണ്. അപ്പൊ ഇത് 2/√2 ആണ്. 2/√2 ദാറ്റ് ഈസ് √2 എന്ന് വരും. അപ്പൊ ഈ വലിയ റെക്റ്റാങ്കിളിന്റെ സ്ക്വയറിന്റെ ഈ നീളം 2 ആണ്. അതുകൊണ്ട് ദിസ് ഈസ് √2, ദിസ് ഈസ് 2√2. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിളിലെ ലെങ്ത് 3√2 ആണ് എന്ന് കിട്ടും. ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ഇവിടെ നിന്ന് ഇവിടത്തോളം എത്രയാണ്? 2 + 2 4 ആണ്. ഈ ലെങ്ത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് 4/√2 ദാറ്റ് ഈസ് 2√2. ഇതും 2√2, ഇതും 2√2. അപ്പോൾ 4√2 ആയി. ഓക്കെ, അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു 4√2 എന്ന ലെങ്ത്തും 3√2 എന്ന ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 × 2, അതായത് 24
4 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം. How many natural numbers k are there such that root of 200 minus root k is a natural number? ഈ 200 minus 2k root k root of 200 minus root k ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ root of 200 minus root k ഒരു നാച്ചുറൽ നമ്പർ ആകണമെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അതായത് 200 മൈനസ് റൂട്ട് കെ ഷുഡ് ബി എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് നമുക്കറിയാം. ഇവിടെ 200 താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 196, അത് ശരിക്ക് 14 സ്ക്വയർ ആണ്. കൃത്യമായി പറഞ്ഞാൽ 14 കേസ് ഉണ്ടാവും. കെ എന്ന നമ്പർ 14 ടൈംസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ കെ എന്ന് പറയുന്നത് ശരിക്ക് 16 ആണ്. ആദ്യത്തെ കെ 16 ആണ്. കെ 16 ആകുമ്പോഴാണ് റൂട്ട് ഓഫ് 16 4 200 മൈനസ് 4 196. അതിൻ്റെ റൂട്ട് കൃത്യമായി 14 വരും. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ദ ആൻസർ ഈസ് 14. അടുത്തത്, which of the following is a correct statement? Area of a circle is proportional to its radius. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് റേഡിയസ് എന്നാണ് കറക്റ്റ്. ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് പ്രൊപ്പോർഷണൽ ടു ഇസ് പെരിമീറ്റർ. ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു പെരിമീറ്റർ. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, area is the side of a triangle is proportional to its opposite angle. അതും തെറ്റുള്ളതാണ്. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് അതിന് ഓപ്പോസിറ്റ് ആംഗിളിന് പ്രൊപ്പോർഷണൽ അല്ല. യഥാർത്ഥത്തിൽ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് പ്രൊപ്പോർഷണൽ ആവുന്നത്, സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് പ്രൊപ്പോർഷണൽ ടു സൈൻ മെഷർ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾ. ഏത് ട്രയാങ്കിൾ ആണെങ്കിലും, ഇപ്പോൾ ഏത് ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരാംഗിൾ എടുക്കുന്നു. ഈ ആംഗിളിൽ നിന്നൊരു സർക്കം സർക്കിൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എ എന്ന് കരുതുക. ഈ ആംഗിൾ എ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ഡയമീറ്റർ കണ്ടു കഴിഞ്ഞാൽ ഈ ആംഗിളും എ തന്നെയാണ്. അപ്പോൾ സൈൻ എ ഇസ് ഈക്വൽ ടു എ ബൈ 2r എന്ന് പറയാം. റേഡിയസ് ഓഫ് സർക്കിൾ that is a is equal to 2r into sin a എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രപ്പോർഷൻ പറഞ്ഞാൽ 2r എന്ന് പറയുന്ന ഡയമീറ്റർ ആണ് അവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് പ്രപ്പോർഷണൽ ടു സൈൻ ഓഫ് ദി ആംഗിൾ. മറ്റ് 3 കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കണക്കാക്കണം. പ്രപ്പോർഷണൽ ട്രിഗണോമെട്രി കൂടി ചേർത്തിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രൊപ്പോർഷണാലിറ്റിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ട്രിഗണോമെട്രിയും ഈ ചോദ്യം നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യമാണ്. ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം ആർ കണക്റ്റഡ് ബൈ ദിസ് റിലേഷൻ. ഡിസ്റ്റൻസ് ടൈം റിലേഷൻ, ഡിസ്റ്റൻസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ dx by dt is the speed and it is 7 plus half into 2t, that is 7 plus t എന്ന് എഴുതാം. This is speed. What is speed at x is equal to 1? ആൻസർ 8 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് വൈ പ്ലസ് വൈ ബൈ എക്സ്, എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു -1. വാട്ട് ഈസ് എക്സ് ക്യൂബ്ഡ് മൈനസ് വൈ ക്യൂബ്ഡ്? വളരെ സിമ്പിളാണ്. എക്സ് ക്യൂബ്ഡ് മൈനസ് വൈ ക്യൂബ്ഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റി. ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ബൈ വൈ പ്ലസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു -1 ആണ്.
ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതാം. ദെർഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ, ഈ കാണുന്ന എക്സ് സ്ക്വയറും വൈ സ്ക്വയറും മാറ്റിയിട്ട് അവിടെ മൈനസ് എക്സ് വൈ എന്ന് എഴുതിയാൽ ഈ ബ്രാക്കറ്റ് 0 ആയി തീരും. എക്സ് ക്യൂബ്ഡ് മൈനസ് വൈ ക്യൂബ്ഡ് വിൽ ബി 0. ഇതാണ് ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നന്ദി.